ഹായ് ഹലോ, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ മാങ്ങാച്ചാറാണ് കേട്ടോ. മാങ്ങാച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതൊന്നും വലിയ കഷ്ണങ്ങളാക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അരിഞ്ഞെടുത്ത ശേഷം ഉപ്പ്, ഈ മാങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഉപ്പ് എല്ലാം തന്നെ മാങ്ങയിൽ പുരണ്ട് കിട്ടണം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ച് കഴിഞ്ഞ ശേഷം കുറഞ്ഞത് അരമണിക്കൂർ 30 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഒരു പാനിലോട്ട് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കായപ്പൊടി, ഉലുവപ്പൊടി ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അതോടെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. തീ കത്തിച്ചിട്ട് ഓണാക്കിയിട്ടില്ല. ആദ്യം ഇതെല്ലാം എടുത്ത ശേഷം നമുക്ക് ഓണാക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ, ചൂടാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നിങ്ങളുടെ മാങ്ങയ്ക്ക് അനുസരിച്ച് മസാലകളുടെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ മാങ്ങയ്ക്ക് അനുസരിച്ച് മസാലകളുടെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ, നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചൂടോടെ തന്നെ ഇത് നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മാങ്ങ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ചൂടോടെ തന്നെ ആ മസാല നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഏകദേശം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ടിനി താളിച്ച് കൊട്ടാനായിട്ട് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ്. അതേ പാനിലോട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ല മൂത്ത് വന്ന ശേഷം നമുക്ക് ചൂടോടെ തന്നെ ആ മാങ്ങയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ചൂടോടെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ആ എണ്ണൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ മാങ്ങ എല്ലാം ഒന്ന് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം 2 ആഴ്ചയിൽ വരെ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാം. നിങ്ങൾക്ക് 1 മാസം വരെ എത്തണമെന്നുണ്ടെങ്കിൽ വിനീഗർ 2 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മുടെ മാങ്ങച്ചാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാങ്ങച്ചാർ റെഡി ആയി വന്നിട്ടുണ്ട്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.